അപ്പോ അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയോന്ന് ആളിന് സംശയമുണ്ട്. അതറിഞ്ഞ ആളിനത് സഹിക്കാൻ പറ്റില്ല. തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അളിയൻ പറ, അയാൾ എന്താ എന്നെ വിളിക്കുന്നത്? ആളിന്റെ മനസ്സാകെ അസ്വസ്ഥയാണെന്ന് തോന്നുന്നല്ലോ. ഒരു സമാധാനവും കിട്ടുന്നില്ല രാജീവേ. എത്രയൊക്കെ ആലോചിച്ചിട്ടും ചില കാര്യങ്ങൾക്കൊരു ഉത്തരം കിട്ടുന്നില്ല. അതിനൊരു വഴിയുണ്ട്. ആളെ ഇവിടെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. കഴിഞ്ഞ ദിവസം ശിശിര കാണാതെ ഞാൻ ഇത് റൂമിൽ ഒളിപ്പിച്ചു വെച്ചതാ. ഇത് ഒരെണ്ണ അളിയ അടിച്ച എല്ലാത്തിനും ഉത്തരം കിട്ടും. അടി കളിയ. അടി. എന്താണ് എന്റെ ഇപ്പോഴത്തെ പ്രശ്നം? ചുറ്റും നോക്കുമ്പോൾ എല്ലാം പ്രശ്നങ്ങളാ രാജീവേ. ഓരോ ദിവസവും പുതിയ പുതിയ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി വരിക. ജീവപര്യന്തം കോടതി ശിക്ഷിക്കുന്ന പ്രതിക്ക് പോലും പോയി സുഖമായിട്ട് ജയിലിൽ കിടന്നാൽ മതി, മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കണ്ട. ഇതിപ്പോ ഓരോ ദിവസവും എനിക്കൊരു ജീവപര്യന്തം പോലെ. ആളെ ആവശ്യമില്ലാത്ത ഒന്നും ആലോചിക്കണ്ട. അതുകൊണ്ട് അടിച്ചേ. അതിനിടയിൽ എന്നെ പേടിപ്പെടുത്തുന്ന മറ്റു ചില കൺഫ്യൂഷൻസ്. എന്ത് കൺഫ്യൂഷൻ? ഒരു പർദ്ദ. പർദ്ദയോ? പർദ്ദ തന്നെ. അപ്പോ അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയോന്ന് ആളിന് സംശയമുണ്ട്. അതറിഞ്ഞ ആളിനത് സഹിക്കാൻ പറ്റില്ല. തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അളിയൻ പറ, അയാൾ എന്താ എന്നെ വിളിക്കുന്നത്? ഇതൊക്കെ അളിയന്റെ ഓരോ തോന്നല. പിന്നെ ഡ്രസ്സല്ലേ, അത് ചിലപ്പോ നമ്മള് ഓരോ കൗതുകത്തിന് വാങ്ങിക്കും, ഇഷ്ടം കൊണ്ടും വാങ്ങിക്കും. അതിനെ അങ്ങനെ കണ്ടാ മതി. അളിയോ, എനിക്ക് നല്ല ഉറക്കം വരണം. ഞാൻ പോയി കിടക്കണം. രാവിലെ ഡ്യൂട്ടിക്ക് പോളാം. അളിയൻ വെക്കോ, ഇത് ഞാനെടുത്ത് വെച്ചോളാം. ശരി, ഗുഡ് നൈറ്റ് അളിയാ. ഗുഡ് നൈറ്റ്. ഇനി നീ പോയി പോലീസിൽ പരാതിപ്പെട്ടാലും വീട്ടുകാരോട് പറഞ്ഞാലും നീയും കുടുംബവും തന്നെയാണ് നാണം കെടുക. അങ്ങനെ ഒരു നീക്കം നീ നടത്തുന്ന നിമിഷം തന്നെ ഞാനിത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. അമ്മേ, അമ്മേ, എനിക്ക് ഉറക്കം വരുന്നു. നമുക്ക് കിടക്കാം. എന്തു പറ്റി അമ്മേ? ഞാൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? നമുക്ക് ഉറങ്ങാം. അമ്മ എന്തായി ആലോചിക്കുന്നേ? മോള് കിടന്നോ, അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല. എന്താ അമ്മേ? അമ്മയും കൂടെ വന്നാൽ എനിക്ക് ഉറക്കം വരത്തുള്ളൂ. അമ്മ വാ വാ അമ്മേ. എന്താ അമ്മൂട്ടി, എന്തിനാ അമ്മക്കുട്ടി അമ്മയുടെ വഴക്കൂടുന്നേ? ഈ അമ്മ ഉറങ്ങാൻ വിളിച്ചിട്ട് വരുന്നില്ല അമ്മേ. നിനക്കത് എന്താ പറ്റിയ പെണ്ണേ?
വന്നപ്പം മുതൽ വല്ലാത്തൊരു ആലോചനയിലാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓഫീസില്? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഇഞ്ചി കടിച്ച പോലെ ഇരിക്കുന്നത്? കൊച്ചു വിളിക്കുന്ന നീ കേൾക്കുന്നില്ലേ? രാവിലെ പോകേണ്ടതല്ലേ, കിടന്നുറങ്ങിക്കൂടെ? കിടക്കാം. അമ്മ ചെല്ല. മോള് കിടന്നോ? വാ അമ്മേ, കിടക്ക്. കിടന്നോ. അച്ഛാ, അപ്പൊ ശരി. ടാറ്റാ. ടാറ്റാ. ഗൗരിമോളെ, എന്താ സച്ചിങ്ങളെ? മോളെ, ഇവളുടെ മനസ്സിൽ അച്ഛന്റെ സ്ഥാനത്ത് ഞാനാ ഉണ്ടാവേണ്ടത്. ആ സ്നേഹം എനിക്ക് കിട്ടാതെ പോവോ ദൈവമേ? എന്റെ മോളോട് ഞാൻ എങ്ങനെ ഈ സത്യം പറയും? എന്താ സച്ചിങ്ങൾ? ദാ, വാങ്ങിച്ചോ? താങ്ക് യു അങ്കിൾ. എന്റെ പൊന്നുമോൾ.